ശ്രീകുട്ടാ ഡാ മുട്ട മറികടന്നല്ലേ നീ? മുട്ട മറികടന്നല്ലേ നീ? അത് തിരിച്ചടിക്കോടാ, തിരിച്ചടിക്കുമെന്നത്. അത് പോട്ട്, എന്തോന്ന് തിരിച്ചടി? ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു വിശ്വാസം. പിന്നെ ചിലപ്പോൾ അളിയൻ ഏറ്റാലോ ഒന്ന് ചിന്തിച്ച്, അത്രേ ഉള്ളൂ. ശ്രീ, വാലുവിന് സംശയം ഉണ്ടാവോ? എന്തോ എനിക്കറിഞ്ഞൂടാ, ചിലപ്പോ കാണും. പോട്ടെ ഡാ, 3 തേങ്ങ പൊതിച്ചിട്. തേങ്ങ പൊതിച്ചാൽ എല്ലാം തീർന്ന്. ചെല്ലേ പെട്ടെന്നാവട്ടെ. അയ്യോ, തേങ്ങ നീ എന്നെ പൊതിയും. ഇന്നലെ മുതലേ കൈക്ക് ഭയങ്കര വേദന, എടുത്ത് പൊക്കാനും താക്കാനും ഒന്നും വയ്യ. എന്നാ പൊതിക്കണ്ട, ഞാൻ പൊതിച്ചോളാം. നിനക്ക് കൃഷി ഓഫീസിൽ പോണ്ടേ? പോണ്ടേ? ഓർമ്മിപ്പിച്ചാ നന്നായി. ഞാൻ പോയിട്ട് വരാം. എന്താടാ താങ്ങി തൂങ്ങി നടക്കണേ? അനി എവിടെ പോയത്? അനി എവിടെ പോയത്? അത് കൃഷി ഓഫീസിൽ പോയതാ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. എന്ത് വിശേഷം ഉണ്ടാവാനോ? അല്ല, ഞാൻ അറിയാതെ ഇവിടെ കുറെ വിശേഷങ്ങൾ നടക്കണുണ്ട്. അതിന് ഞങ്ങൾ തമ്മിൽ രഹസ്യമൊന്നും പറഞ്ഞില്ലല്ലോ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞോലും എണ്ണ പറ്റാത്തൊരു ചിത്ര കുട്ടൻപിള്ളേരാ മോളെ. എന്തോ അച്ചിട്ടുണ്ടടി നിനക്ക്? ഞാൻ ചിറ്റുണ്ട് നിനക്ക്. ശ്രീ, നീ പോയില്ലേ? ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് അയ്യോ, എന്തോന്ന് വെയില് ചേച്ചി, ചൂട് സഹിക്കാൻ പറ്റണില്ല. ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. ഒരു ഓട്ടോ വിളിച്ച് പോയിക്കൂടായിരുന്നോ? ഇവിടെ ഈ റോഡിൽ നിന്ന് എപ്പോ ഓട്ടോ കിട്ടും? ഇവിടെ 10-15 മിനിറ്റ് നിന്നാ പോരെ, ഓട്ടോ വരും. 10-15 മിനിറ്റ് നിക്കണ്ടേ റോഡിൽ കയറി? അപ്പൊ എന്താ ഇന്ന് പോണില്ലേ? പിന്നെ ഇനിയിപ്പോ അടുത്ത ആഴ്ച എങ്ങനെ പോവാം? ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. നീ കുറച്ച് വെള്ളം എടുത്തോണ്ടോ, കുടിക്കട്ടെ. അടുക്കള പോയി എടുത്തു കുടിക്ക്. എടുത്തോണ്ട് വാടി എത്തിയൊന്നു. നല്ല പാട്. കൊണ്ടുവാ. കൊണ്ടുവരാം. മാമ എണീക്ക് മാമ, കണ്ണൂർക്ക് മാമ. എന്തോന്നടാ മാമനൊക്കെ വെക്കേഷൻ ടൂർ പോണ്ടേ? നിങ്ങള് പോ. മാമ വരുന്നില്ലേ? ഞാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ മാമല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോനാ. എണീക്ക് മാമ, നമുക്ക് ഊട്ടിക്ക് ടൂർ പോവാ. ഊട്ടിയിലൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഭയങ്കര തണുപ്പാണ്. പോ മാമ. മക്കളെ ചുമ്മാ ഇരി, മാമൻ കിടക്കട്ടാ. എവിടെ പോയാണ്? അല്ല, വെക്കേഷൻ ആണല്ലോ, അപ്പൊ ടൂർ പോകാൻ പ്ലാൻ ചെയ്യായിരുന്നു. അതിന് മാമന് വരാനൊന്നും പറ്റില്ല. അതെന്തോ? അവിടെ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടിട്ട്. അയ്യോ, വാഴയും ചീരയും ഒക്കെ നടണം അല്ലേടാ? അയ്യോ അയ്യോ, അതാണ് ഇപ്പൊ തലവേദന ആയിരിക്കണം. ഇനി അത് മറുവാട്ടത്തിന് കൊടുക്കണം. അതെന്തേ? ഒന്നും ചെയ്യണില്ല അപ്പോ? എന്തോ നീ? അല്ല, നീ ആഗ്രഹിച്ചെടുത്തിട്ട സ്ഥലമല്ലേ? അഗ്രികൾച്ചർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിരിക്കല്ലേ വാഴത്തൈ വേണോന്നോ? 100-200 ബുക്ക് ചെയ്തിട്ടിരിക്കല്ലേ? അതുകൊണ്ട് അപ്പോ ഇനി പോയി വാഴ വയ്ക്കണം. പിന്നെ ചാല് വരാൻ വേണ്ടി ആളെ നിർത്തണം. ചാലൊക്കെ ഇനി താത്ത് കോരണ്ടേ? വെള്ളമില്ല, വെള്ളമേ ഇല്ല. ഏത്തനാണെങ്കിൽ നല്ല വെള്ളം വേണം. ഭയങ്കര വെയിലും. എനിക്കിനി വെളിയിൽ വെള്ളമൊന്നും പറ്റുന്നില്ല. ചുമ്മാ കിടന്നു. പിന്നെ കാറ്റടിച്ചാൽ പേടി, മഴ പെയ്താൽ പേടി. കൊല വരുമ്പോഴത്തേക്ക് പിന്നെ കൊലയിൽ നല്ല പടല വീഴണമെന്ന് നോക്കണം. പിന്നെ അച്ഛൻ തന്ന സ്ഥലം വിറ്റിട്ട് ആ കാശ് ബാങ്കിലിട്ട് ആ പലിശ കൊണ്ട് തിന്ന് അങ്ങ് ജീവിക്കണം. അതാണ് ചെയ്യേണ്ടത്. അയ്യടാ, അവനൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോ ഇരുന്ന് ചിരിക്കണ കണ്ടില്ലേ കൊള്ളൻ. എന്താടി അവൻ വല്ലതും പറയുന്ന എന്റെ മെക്കിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, ആഴ്ച കരിക്കള ഞാൻ. പിന്നെ നിങ്ങൾ വന്നാ മതി, തിരിച്ച് അങ്ങോട്ട് തല്ലാണെങ്കിൽ കൊള്ളണം. പിന്നെ ചുമ്മാ ഇതിന്റെ ഇടയിൽ കാര്യം ഒന്നും ഞാൻ കുറെ കൊണ്ടുതന്നെ എന്റെ പേരിൽ. എനിക്കിനി അടിയും ഇടിയൊന്നും കൊള്ളാനൊന്നും വയ്യ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അടിയെന്നെ കൊണ്ടേ പോയി പുറത്തുനിന്ന് അടി കൂടളിയാ. എനിക്ക് വയ്യ ഇതൊന്നും കണ്ടോണ്ടിരിക്കാനത്. മാമ ഞങ്ങളുടെ ടൂറ്. പാടി നിന്റെ ടൂറ് കുറെ സമയം കൊണ്ട് പറയണം ടൂർ എന്ന്. മാമന് വയ്യ. നിങ്ങൾ പോ, ടൂറൊക്കെ പോയിട്ട് വാ. പോ പാടി. ടൂറും ഇല്ല, ഒന്നുമില്ല. അളിയൻ പറയണ എന്റെ അളിയാ ശരി. എന്തിനു ജോലിക്കൊക്കെ പോണല്ലേ?
എന്തോന്ന് ചേച്ചി? അപ്പൊ ഒന്നും ചെയ്യണില്ലേ? ഏ? ശ്രീ എന്താണ് ഇത്? ഈ ദേ പിന്നെയും കിടന്ന് എന്ത് കിടപ്പാണ് ഇത്? ശ്രീ എന്തോന്ന് ചേച്ചി, എന്തോന്ന് വേണം നിനക്ക്? ഇങ്ങനെ കിടന്നാൽ എങ്ങനെ? ഇത് എന്ത് കിടപ്പാ ഇത് ഇങ്ങനെ? പിന്നെ ഞാൻ കിടക്കുമ്പോ കിടക്കണ്ടേ? ഇത് മറ്റേ കാര്യമാണ്. എന്താ മറ്റേ കാര്യം? കൂടോത്രം. കൂടോത്രം? കൂടോത്രം ചെയ്തില്ലേ? ആർക്ക്? ഏ? അളിയന് ചെയ്തത്? അത് അതുവഴി പോട്ടെ, അത് അളിയന് പിടിച്ചില്ല. അതല്ല, പറഞ്ഞേക്ക്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അളിയൻ നമുക്ക് നന്നാക്കി എടുക്കാം, നീ സമാധാനപ്പെടുക. എന്റെ ശ്രീ അതല്ല. പിന്നെ കൂടോത്രം ചെയ്തില്ലേ? ചെയ്ത്. അത് തിരിച്ചടിച്ചതാ നിനക്ക്. എനിക്കാ? നിനക്ക് മടി ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ നീ മടിയനായി. അത് കാരണം എനിക്ക് മടിയൊന്നുമില്ല. ആ മടി വയ്യാത്തോണ്ട് കിടക്കണത്. അല്ലല്ല, ഇല്ല നീ ഇങ്ങനെയല്ല, മടിയായി. നമുക്ക് ആ മന്ത്രവാദിയെ പോയി കാണാം. ആ പോ. പിന്നെ ഇനിയിപ്പോ മന്ത്രവാദിയെ പോയി കാണണം. ഇവിടുന്ന് ബസ് പിടിച്ച എന്നെ കൊണ്ടെന്ന് പോയി. നീ ചുമ്മാ ഇരിക്കേച്ചി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.